വാങ്ങിയിട്ടു, അതുപോലെ പാടങ്ങൾ വാങ്ങി, വീടുകൾ വാങ്ങി, കാറുകൾ വാങ്ങി. നാട്ടുകാർ മുഴുവനും നിങ്ങളെ കാണുമ്പോൾ മാടിക്കു തഴിച്ചിട്ട് ബഹുമാനിച്ചുകൊണ്ട് പറയും, അവർ അച്ഛൻ നല്ല നിലയിലെത്തിയല്ലേ, ദൈവാനുഗ്രഹമെന്ന്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ മുല്ലപ്പെരിയാറ് പൊട്ടേണ്ട കാര്യമില്ല, ഇടിമിന്നലിന്റെ കാര്യമില്ല, ഭൂകമ്പത്തിന്റെ കാര്യമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന രക്തമിറങ്ങുന്ന കുഴൽ ഒരു സെക്കൻഡ് ഒന്ന് വളഞ്ഞു തന്നാൽ ഒരട്ടയെപ്പോലെ പിടഞ്ഞ് ശ്വാസം ലഭിക്കാതെ താഴെ വീണ് നിങ്ങൾ മരിച്ചു പോകും. മരിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മക്കൾ കണ്ണുനീരോടെ നിങ്ങളുടെ അരികിൽ വരുമെന്ന് മാത്രമല്ല, ആർക്കും വേണ്ടാത്ത ഒരു വെളുത്ത കൂറത്തുണിക്കകത്ത് നിങ്ങളെ പൊതിഞ്ഞിട്ട, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇടവക പള്ളിയുടെ പരിസരത്ത് മാറ്റിയിട്ടിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം ഭവനമായ 6 അടി മണ്ണിനകത്ത് നിങ്ങളെ കിടത്തിയിട്ട് ഒരു പിടി മണ്ണ് വാരിയെറിഞ്ഞ് കല്ലറ മൂടിയിട്ട നിങ്ങളുടെ മക്കൾ തിരിച്ചു പോയതിനു ശേഷം പിന്നീട് ഒരൊറ്റ ഞായറാഴ്ച പോലും നിങ്ങളുടെ കാൽക്കലോ തലയുടെ പരിസരത്തോ വന്ന് നിന്നുകൊണ്ട് ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാൻ, ഒരു സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലാൻ സാധിക്കാത്ത മക്കൾക്ക് വേണ്ടിയാണോ നിങ്ങൾ സമയം കളഞ്ഞത്? നിങ്ങൾ സമ്പത്ത് കളഞ്ഞത്? നിങ്ങൾ അവരെയാണോ വളർത്തിയത്? അതിലും നല്ലത് 10 വാഴക്കന്ന് വട്ട് വളർത്തുന്നതാ, 10 ആടുകളെ വളർത്തുന്നതാ. സംശയം വേണ്ട. മനുഷ്യക്കുഞ്ഞാണ് നിങ്ങൾക്ക് പിറന്നതെങ്കിൽ, ശ്വാസം പോയതിനു ശേഷം ഒരു നന്മ നിറഞ്ഞ മറിയമേയെങ്കിലും മനസ്സുരുകി ചൊല്ലാൻ പറ്റണം. പക്ഷെ എവിടെയാ സമയം? അവൻ പണക്കാരനാ, അവൻ ബുദ്ധിമാനാ, അവൻ ജ്ഞാനിയാ. ഇങ്ങനെ നിങ്ങൾ മക്കളെ വളർത്തി വളർത്തി ഇപ്പൊ മക്കൾ എവിടെയാ എത്തിയെന്നറിയോ? ബാത്റൂമിൽ കുളിക്കുന്ന അമ്മയുടെ നഗ്നത മൊബൈലിൽ പകർത്തിയിട്ട് 25,000 രൂപക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിട്ട് ആ കാശ് കൊണ്ട് കഞ്ചാവ് വലിക്കുന്ന മക്കളെ വളർത്തിയതിന് കാരണം എന്നാന്നറിയോ? സഹായകൻ എന്റെ മോന് വേണം, എന്റെ മോക്ക് വേണമെന്നുള്ള തിരിച്ചറിവ് ഇല്ലാണ്ട് പോയതാ. നിങ്ങൾ പഠിപ്പിക്കുക. സഹായകനില്ലാതെ പഠിച്ചാൽ എവിടം വരെ പോവും? അതൊരു ആറ്റം ബോംബിൽ അവസാനിക്കും, ഒരു അബോർഷനിൽ അവസാനിക്കും, ഒരു യുദ്ധത്തിൽ അവസാനിക്കും, ബ്ലൂ ഫിലിമിൽ അവസാനിക്കും, ആൽക്കഹോളിൽ അവസാനിക്കും, മദ്യത്തിൽ അവസാനിക്കും, ഡ്രഗ്സിൽ അവസാനിക്കും, പ്രേമത്തിൽ അവസാനിക്കും, അന്യജാതിയുടെ കൂടെ ജീവിതം തീർക്കും. പഴച്ചു പോയത് എവിടെയാണെന്നറിയോ? സഹായകനെ കുറിച്ചുള്ള ബോധ്യം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എറണാകുളം ജില്ലയിലെ 12ാം ക്ലാസ് കാറ്റഗിസം പഠിച്ചു പോകുന്ന പിള്ളേർക്ക് വേണ്ടി എല്ലാ വർഷവും ഓരോ ക്ലാസ് എടുത്തു കൊടുക്കും. അത് ആലഞ്ചേരി പിതാവിന്റെ നിർദ്ദേശമാണ്. പോകുന്ന സ്ഥലത്തെല്ലാം വികാരി അച്ഛന്മാർ മനസ്സുരുകി പറയുന്നൊരു വേദന, ബ്രദർ, നേരം വെളുക്കുമ്പോൾ ട്യൂഷൻ ടീച്ചർ വീട്ടിലെത്തും, ഇവിടെ സ്കൂളിൽ നിന്ന് കൊച്ചു വരുമ്പോൾ വീണ്ടും ട്യൂഷൻ ടീച്ചർ വീട്ടിലുണ്ടാകും. ഞായറാഴ്ച പള്ളിയിൽ പോയോ കാറ്റഗിസം പഠിക്കുന്നുണ്ടോ മാർക്കുണ്ടോ അന്വേഷിക്കാൻ ഒരപ്പനും സമയമില്ല. ബ്രദർ, നിങ്ങൾ എങ്ങോട്ടാ മക്കളെ കൊണ്ടുപോണേ? എന്താ ഉദ്ദേശിക്കുന്നേ? എവിടം വരെ പോകും ഈ പോക്ക്? ഇതൊന്നുമല്ല ഇനി ആവശ്യം. സഹായകനില്ലാതെ നിങ്ങൾ എന്ത് പഠിപ്പിച്ചിട്ടും ഒരു കാര്യമില്ല. പഠിപ്പിക്കേണ്ടെന്നല്ല പറഞ്ഞ്, സഹായകനെ കുറിച്ചുള്ള ബോധ്യമാ ആദ്യം അവർക്ക് വേണ്ടത്. അവരെവിടെയായിരുന്നാലും സഹായിക്കാൻ പരിശുദ്ധാത്മാവെന്ന സഹായകൻ അവരുടെ കൂടെ ഉണ്ട്. കാരണം അവര് തിരുസഭയിലെ മുത്തുകളാ, തിരുസഭയിലെ രത്നങ്ങളാ, അവര് യേശുവിന്റെ മക്കളാ. ആ ഒരു ബോധ്യത്തോടെ വേണം വളർത്താൻ. നിങ്ങളിപ്പോ മക്കളെ എങ്ങനെയാ പഠിപ്പിക്കുന്നതെന്നറിയോ? എല്ലാ വെക്കേഷനും ധൃതിപ്പെട്ടിട്ട് നേരെ കൊണ്ടുപോകും ലുലു മാളിലേക്ക്, പിന്നെ കൊണ്ടുപോകും വീഗാലാൻഡിൽ, പിന്നെ കൊണ്ടുപോകും ഡ്രീം വേൾഡിൽ, പിന്നെ കൊണ്ടുപോകും പാർക്കുകളിൽ, പിന്നെ നിങ്ങൾ കൊണ്ടുപോകും ദുബൈയിൽ, പിന്നെ കൊണ്ടുപോകും നിങ്ങൾ സിംഗപ്പൂരിൽ, പിന്നെ കൊണ്ടുപോകും യൂറോപ്പിൽ, പിന്നെ കൊണ്ടുപോകും അമേരിക്ക. ഇങ്ങനെ ലോകത്തിന്റെ ലക്ഷറിയസ്നെസ് മുഴുവനും കൊച്ചുങ്ങൾക്ക് കാണിക്കുന്നതിന് പകരം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തിരുവനന്തപുരത്ത് കിടക്കുന്ന റീജിയണൽ ക്യാൻസർ സെന്ററിൽ രോഗികളെ കിടക്കുന്ന വാർഡുകളിൽ ഒരു ദിവസമെങ്കിലും കൊച്ചുങ്ങളെ കൊണ്ടുപോകണം. ഒരിക്കലെങ്കിലും ഒന്ന് കാണട്ടെ അവര് ലോകത്തിലെ മനുഷ്യന്മാരുടെ കഷ്ടപ്പാട്. ഞാൻ എന്റെ കൊച്ചുങ്ങളെയും കൊണ്ട് അവിടെ ഒന്ന് പോയി. അവര് ഇറങ്ങി വന്നപ്പോ പൊട്ടിക്കരഞ്ഞു. ചാച്ച, ഇങ്ങനെയുണ്ടോ മനുഷ്യര് ഭൂമിയിൽ? ഇങ്ങനെയും കഷ്ടപ്പെടുന്നുണ്ടോ? വേദനകളൊക്കെ ഒന്ന് അവർ പഠിക്കണം. പ്രസവിച്ച അമ്മയുടെ മുലപ്പാലിന്റെ വില പോലും കുഞ്ഞിനെ പഠിപ്പിക്കണം എന്നാ പറയാ. അത് പഠിപ്പിക്കാൻ നമുക്ക് സമയമില്ലാതെ പോയതാ ഇന്നത്തെ സമൂഹത്തിന്റെ അധപ്പതനം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് പരിശുദ്ധാത്മാവെന്ന സഹായകന്റെ സാന്നിധ്യം ലഭിക്കാൻ വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചോ,
നിങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സകലർക്കും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉറപ്പായും ലഭിക്കും. രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചൊന്ന് ഉറക്കെ പറയാവോ ഹല്ലേലൂയ? ഒന്നും കൂടെ ഉറക്കെ പറയാവോ ഹല്ലേലൂയ? ഇവിടെ ഇരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന അപ്പച്ചനോടും അമ്മച്ചിയോടും സഹോദരനോടും സഹോദരിയോടും ഞാനൊന്ന് പറയട്ടെ. മറ്റന്നാൾ ഇവിടെ നിന്ന് ധ്യാനം കഴിഞ്ഞു പോകുമ്പോൾ ആരാധനയുടെ സമയത്ത് തലവേദന മാറി, മൂക്കൊലിപ്പ് മാറി, പെരടി വേദന മാറി, നെഞ്ചുവേദന മാറി, തൊലിയുടെ അസുഖം മാറി, കാലുവേദന മാറി, സോറിയാസിസ് മാറി, എന്റെ കിഡ്നിയുടെ പ്രശ്നം മാറി, ലിവറിന്റെ പ്രശ്നം മാറി, പാൻക്രിയാസിന്റെ പ്രശ്നം മാറി എന്ന് പറഞ്ഞ് കൈയടിച്ചു പോകുന്നതിന് പകരം ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നതോടുകൂടെ എനിക്ക് ശക്തനായ ഒരു സഹായകനെ ലഭിച്ചു എന്ന് പറഞ്ഞു പോയാൽ നിങ്ങളുടെ ധ്യാനം അർത്ഥവത്തായി. അല്ലെങ്കിൽ മൂക്കൊലിപ്പ് മാറി എന്നും പറഞ്ഞു പോകും, 3 മാസം കഴിഞ്ഞ് വീണ്ടും കയറി വരും മൂക്കൊലിപ്പായിട്ട്. പറയേണ്ടത് എനിക്ക് പരിശുദ്ധാത്മാവെന്ന സഹായകനെ കിട്ടി. എന്റെ ജീവിതത്തിൽ എന്ന് ഞാൻ ഈശോയെ അറിഞ്ഞോ അന്ന് മുതൽ ഈ നിമിഷം വരെയും ഒരുപാട് രാജ്യങ്ങളിൽ സന്ദർശിച്ചു, ഒരുപാട് വില്ലേജുകളിൽ, കാടൻ സ്ഥലങ്ങളിൽ സഞ്ചരിക്കാനിടയായി.